കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡിട്ട് വടക്കാഞ്ചേരി ഡിവിഷൻ. മുൻ വർഷത്തേക്കാൾ 1 ദശലക്ഷം യൂണിറ്റിന്റെ വർധനവാണ് ഫെബ്രുവരി വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വേനൽ ചൂട് രൂക്ഷമായതോടെ വൈദ്യുതി ഉപഭോഗത്തിലും വൻ വർധന. വടക്കാഞ്ചേരി ഇലക്ട്രിസിറ്റി ഡിവിഷന് കീഴിലും വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചു. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ഉപഭോഗമാണ് വടക്കാഞ്ചേരി ഡിവിഷന് കീഴിൽ ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഫെബ്രുവരി വരെ 22.158 ദശലക്ഷം യൂണിറ്റ് ഉപഭോഗമാണ് ഉണ്ടായിരിക്കുന്നത്. മുൻ വർഷം ഇത് 21.206 ദശലക്ഷം യൂണിറ്റായിരുന്നു. ഉപഭോക്താക്കളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. നിലവിൽ 1,74,700 ഉപഭോക്താക്കളാണ് ഉള്ളത്. ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗവും വർദ്ധിച്ചുവെന്ന് വടക്കാഞ്ചേരി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് പറഞ്ഞു. 15% മുതൽ 20% വരെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചു. വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള പീക്ക് ടൈമിൽ ഉപഭോക്താക്കൾ വൈദ്യുതി ഉപയോഗം പരിമിതപ്പെടുത്തണമെന്നും വാഷിംഗ് മെഷീൻ, മോട്ടോർ, AC, ഇൻഡക്ഷൻ കുക്കർ, അയൺ ബോക്സ് മുതലായ വൈദ്യുതി ഉപകരണങ്ങൾ പരമാവധി പ്രവർത്തിപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും അറിയിച്ചു. കേരളത്തിന്റെ ആവശ്യത്തിനു വേണ്ട 20% വൈദ്യുതി മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി 80%വും സ്വകാര്യ വിതരണക്കാരിൽ നിന്നും കേന്ദ്ര ഗ്രിഡിൽ നിന്നുമാണ് വാങ്ങുന്നത്. അതിനാൽ വൈദ്യുതി ഉപയോഗം പരമാവധി പരിമിതപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്രമാതീതമായിട്ട് കൂടിയിട്ടുള്ള സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗവും വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് ഒരു 15 മുതൽ 20% വരെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ വൈകിട്ട് 6 മണി മുതൽ രാത്രി ഒരു 11 മണി വരെയുള്ള സമയങ്ങളിൽ ആവശ്യമില്ലാത്ത ലൈറ്റുകൾ, ഫാനുകൾ, അതുപോലെ AC, വാഷിംഗ് മെഷീൻ, മോട്ടോറുകൾ എന്നിവ പ്രവർത്തിപ്പിക്കാതിരിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക. വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ കാര്യവും മറ്റും പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ 20%, കേരളത്തിൻ്റെ ആവശ്യത്തിലേക്കായിട്ടുള്ള 20% വൈദ്യുതിയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 80%വും നമ്മൾ പ്രൈവറ്റ് സപ്ലയേഴ്സിൽ നിന്നും കേന്ദ്ര ഗ്രിഡിൽ നിന്നും വാങ്ങുകയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.